ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. കളിച്ച് കളിച്ച് എന്റെ ഓഫീസ് റൂമിൽ കയറി കളിച്ച രണ്ടെണ്ണത്തിന് ഞാൻ പാച്ചയ്ക്ക് കത്തിക്കും. എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടുന്ന ആരായാലും ഇന്ന് അവരുടെ അവസാനമായിരിക്കും. ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഹരിതേ, നീ നോക്കിക്കോ, ഇന്ന് വന്ദനയ്ക്ക് ഈ വീടിന്റെ പുറത്തേക്കുള്ള വാതില് തുറക്കും. ഭാവി കരുതി ആ കാഴ്ച കാണാൻ എനിക്ക് കൊതിയായി. വന്നേ, വാ. കിട്ടിയോ? ഇല്ല, ഇവിടെ ഒന്നും കാണുന്നില്ല. അതെ, അച്ഛൻ ചിലപ്പോ മുറിയിലേക്ക് എടുത്തു കാണും. ഞാൻ ചെന്ന് അച്ഛന്റെ മുറിയിലുണ്ടെന്ന് നോക്കിട്ട് വരാം. ജഗ, ഞാനിപ്പോ വരാം. അച്ഛൻ ആ ഫയൽ മുറിയിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ടേബിളിന്റെ മുകളിൽ തന്നെ കാണും. ഞാൻ ദാ വരുന്നു. നിനക്കെന്താടി എന്റെ ഓഫീസ് റൂമിനകത്ത് കാര്യം? ചോദിച്ചത് കേട്ടില്ലേ? നീ എന്തുണ്ടാക്കാനാ ഇതിനകത്ത് കയറിയതെന്ന്? ഇവിടുത്തെ മരതകോ മാണിക്കൊന്നും കട്ടെടുക്കാനല്ല, പിന്നെ മോഷ്ടിക്കാനല്ലേ നീ എന്തിനാ ഈ ഓഫീസിനകത്ത് കയറിയെന്ന്? ഈ വീട്ടിൽ ഇപ്പൊ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കും. അതിനു മുൻപ് മാറ്റേണ്ട വല്ല രേഖകളും ഉണ്ടെങ്കിൽ എടുത്തു മാറ്റാനാ. കൊള്ളാം, ഇൻകം ടാക്സ് റെയ്ഡോ? കള്ള ഉണ്ടാക്കി പറഞ്ഞാൽ അതിനൊരു ലോജിക്ക് വേണ്ടി പോത്തെ. ഉറുപ്പിന്റെ വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ് എന്നല്ലേ? കൊള്ളാം. 10 കൊല്ലം ഈ നാട്ടിലെ MLA ആയിട്ടിരുന്ന ആളാ എന്റെ അച്ഛൻ. ഈ വീട്ടിൽ ഇൻകം ടാക്സിന്റെയോ EDയുടെയോ റെയ്ഡ് നടക്കാൻ സാധ്യതയുണ്ടെങ്കിലേ അതാദ്യം അറിയുന്നത് അച്ഛനായിരിക്കും. അതാണ് പോയിന്റ്. കുറിപ്പറിയാതെ ഈ വീട്ടിൽ ഒരു റെയ്ഡ് നടക്കാൻ പോകുന്നില്ല. അത് നിന്റെ വെറും തോന്നല. എനിക്കില്ലാത്ത പിടിപാടാണോടി നിനക്ക്? ഇവൾ ഈ കുടുംബം മുടിക്കാൻ വേണ്ടി വന്നതാ. ആദ്യം എന്റെ കുഞ്ഞിനെ കൊന്നു. ഇപ്പൊ അച്ഛനെ കൊടുക്കാനുള്ള രേഖയും തേടി അച്ഛൻ ഇല്ലാത്തപ്പോ ഓഫീസ് റൂമിലേക്ക് കയറിയതാ. ഇറങ്ങടി പുറത്ത്. അച്ഛാ, ഞാൻ ആരാടി നിന്റെ അച്ഛൻ? ഇറങ്ങാനല്ലേ പറഞ്ഞത്? എന്താണ് നീ ഇവിടെ നോക്കിയത്? സഹായിക്കാൻ നോക്കുമ്പോ തലമുടിക്ക് പിടിച്ച് വെളി കളയുന്നു. എന്ത് സഹായിക്കാനടാ? ഇവിടെ എന്നെ എന്ത് സഹായിക്കാൻ? വിട്ടില്ലെങ്കിൽ അച്ഛാ വിടാനാ പറഞ്ഞേ. അച്ഛാ അവിടെ വിട്. അച്ഛാ വന്നേ വിട്. വിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടാ? പറടാ. നീ എന്നെ തല്ലുവോ? അച്ഛാ വിടാനാ പറഞ്ഞേ.
മുൻപ് നീ തെരുവിൽ കിടന്ന് സ്വന്തം പാർട്ടിക്ക് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും ഒരുപാട് ആളുകളെ തല്ലിയിട്ടുണ്ട്. അതുപോലല്ല എന്നോട്. ഹാ. ചോണ ഉണ്ടെങ്കിൽ തലടാ. തല്ലാൻ. അച്ഛാ വിട്. വിടില്ല. അച്ഛാ വിടാനാ പറഞ്ഞേ. വിട്. അച്ഛനായി പോയി. ഇല്ലെങ്കിൽ തല്ലി നടുവോടിച്ചാണ് ഞാൻ. തന്തയെ തല്ലിയെന്ന പേരുദോഷം എന്നെ കൊണ്ട് കേൾപ്പിക്കരുത്. ജഗ വേണ്ട, എനിക്ക് വേണ്ടി നിങ്ങൾ തമ്മിൽ തല്ലുകൂടണ്ട. അച്ഛൻ വന്ദന എന്തിനാ ഓഫീസിൽ കയറുന്ന അറിയണോ അച്ഛന്? ഞാൻ പറയാം. നീ പറയാൻ പോകുന്ന എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ഇൻകം ടാക്സ് റെയ്ഡ്, അതല്ലേ കഥ. ഇവള് പറഞ്ഞ കള്ളക്കഥ നീ വിശ്വസിച്ചാ മതി. ഹാ, ഒരുപാട് കഥകൾ വിശ്വസിപ്പിച്ചല്ലേ ഇവള് നിന്റെ തലയിലായത്. ഇറങ്ങിപ്പോടെ അവളെ വിളിച്ചോണ്ട്. എടാ പുറത്തിറങ്ങാൻ. ഇറങ്ങാം. വരാനുള്ളത് തന്നെ അങ്ങ് അനുഭവിച്ചോ. അനുഭവിച്ചോളാമടാ ഞാൻ. പക്ഷേ ഇപ്പൊ നീ എവിടെ വിളിച്ചോണ്ടിറങ്ങണം. ഇറങ്ങണം. വാ വന്ദനെ.